സർ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ ഇവിടെ ഗുണം മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സ്വർണം സാർ. സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. സാർ തീർന്നില്ല സാർ. വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധി അടുത്ത് പോയി? സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക് സാർ. സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. ശ്രീ പി.ടി. റഹീം. സർ, 2010 ഒരു ക്യാൻസർ സെന്റർ ഉപയോഗിക്കാൻ വേണ്ടി മാവൂർ പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് സ്ഥലവും ബഹുനില കെട്ടിടവും സർക്കാരിന് കൈമാറിയിരുന്നു. ഇത് ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുകയും അത് ജില്ലാ പഞ്ചായത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ മന്ത്രിതല യോഗത്തിലെ കാര്യങ്ങൾ തീരുമാനം ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ സമീക്ഷ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാർ. അത് ഉടനെ പ്രാവർത്തികമാക്കണം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ സർ. ശ്രീ പി. ഉബൈദുള്ള നോട്ട് ഇൻ ദ സീറ്റ്. ഓർഡർ. റിപ്പോർട്ട് സമർപ്പണം. ശ്രീ പ്രമോദ് നാരായൺ. അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ പ്രമോദ് നാരായണന് കമ്മിറ്റിയുടെ 19ാം റിപ്പോർട്ട് അവതരിപ്പിക്കാം. സർ, അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനായ ഞാൻ സമിതിയുടെ 19ാമത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഓർഡർ. ഗവർണറുടെ
പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച ശ്രീ ടി പി രാമകൃഷ്ണൻ 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭാംഗങ്ങളുടെ ചെയ്ത പ്രസംഗത്തിന് നിയമസഭാംഗങ്ങളെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭകളോട് ചെയ്ത പ്രസംഗത്തിന് നിയമസഭാംഗങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന ഉപക്ഷേപം അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയണ്ട. ഉപക്ഷേപം അവതരിപ്പിച്ചു. യെസ്, നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തിന് ഭേദഗതി നോട്ടീസ് നൽകിയിട്ടുള്ള അംഗങ്ങൾ സീറ്റിലില്ല. അത് ഭേദഗതി എല്ലാം തള്ളിയിരിക്കുന്നു. ചർച്ച ബഹുമാനപ്പെട്ട സംസാരിച്ചു. യെസ്, അങ്ങ് ടി പി രാമകൃഷ്ണൻ അങ്ങ്. ഗവർണർ എന്ന പദവി ഭരണഘടനാനുസൃതമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഗവർണർ നടത്തേണ്ടുന്ന പ്രസംഗം മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ഭരണഘടനാപരമായ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ്. ഈ നിലപാട് ഉയർത്തിപ്പിടിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നു വന്ന വൻ പ്രതിസന്ധികളെ അസാധാരണമായ ചങ്കൂറ്റത്തോടെ മറികടന്ന് അതിജീവനത്തിൻ്റെയും പുനഃസൃഷ്ടിയുടെയും ചരിത്രം രചിച്ചാണ് LDF സർക്കാർ തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വികസന നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സർക്കാരിന് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. 2016 അധികാരമേറ്റ ഒന്നാം പിണറായി സർക്കാർ മുൻ ഭരണത്തിൽ തകർന്നടിഞ്ഞു പോയ കേരളത്തെ ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അത് തുടരാൻ നൽകിയ അംഗീകാരമായിരുന്നു ഉജ്ജ്വലമായ ആ വൻ വിജയ തുടർച്ച. 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച എണ്ണമറ്റ നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടി. കേരളത്തിൻ്റെ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ രാജ്യത്തിനാകെ മാതൃകയായി അംഗീകരിക്കപ്പെട്ടു. നവകേരളം പടുത്തുയർത്താനുള്ള മുന്നേറ്റം തുടരാൻ ഇത്തവണയും LDFന് ജനകീയ അംഗീകാരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. അഴിമതിയും ജീർണതകളും വികസനമുരടിപ്പും കൊടികുത്തിവാണ നാളുകളിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിച്ച് ക്ഷേമ വികസന പാതയിലേക്ക് നയിച്ചത് 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തമ്പടിച്ച് വിഹരിച്ചിരുന്ന ഇടനിലക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും പിടിയിൽ നിന്ന് ഭരണസ്ഥിരാകേന്ദ്രത്തെ മോചിപ്പിക്കുകയാണ് ഈ സർക്കാർ അധികാരമേറ്റ ഉടൻ ചെയ്തത്. ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞ് ജനക്ഷേമവും വികസനവും നാടിൻ്റെ പുരോഗതിയും ഉറപ്പുവരുത്തി ഈ ഗവൺമെൻറ് തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നു. ഭരണ തുടർച്ചയുടെ കാഹളം തന്നെയാണ് കേരളത്തിൽ മുടങ്ങുന്നത്. സർ, 2016 LDF അധികാരമേൽക്കുമ്പോൾ പാടെ തകർന്നു കിടക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാനം. പാവങ്ങളുടെ ആശ്രയമായ 600 രൂപ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത കൊടും ക്രൂരത ആർക്ക് മറക്കാനാവും? സർക്കാർ സ്കൂളുകൾ അനാദായകരമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ച കാലം, പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കാണാത്ത കാലം, നിയമന നിരോധനം അടിച്ചേൽപ്പിച്ച കാലം, വിലക്കയറ്റവും തകർന്ന പൊതുവിതരണ സംവിധാനവും നഷ്ടത്തിലേക്ക് കൂട്ടുകുത്തി, തകർന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും മണിക്കൂറുകൾ ഇരുൾ പടർത്തിയ കാലം. ആ നശിച്ച നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് ചിന്തിച്ചുറപ്പിച്ച ഒരു ജനത ഇവിടെയുണ്ട്. തങ്ങളുടെ അനുഭവങ്ങളിലൂടെ അവർ അവരുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ അതെല്ലാം അതിജീവിക്കാൻ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായ വികസനക്ഷേമ പദ്ധതികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ജനപക്ഷ നിലപാടിൻ്റെയും ഫലമാണത്. കോൺഗ്രസും BJPയും എത്ര തന്നെ ശ്രമിച്ചാലും അത് മറച്ചുവെക്കാനാവില്ല. ഏതെങ്കിലും ഒരു വികസന ക്ഷേമ പദ്ധതിയെ നിങ്ങൾ അനുകൂലിച്ചിട്ടുണ്ടോ? ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച്
കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന് കൈയടിക്കുകയാണ് കോൺഗ്രസും UDF-ഉം. കേരളത്തിന്റെ അവകാശങ്ങൾ തടയാനല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉയർത്താൻ UDF ശ്രമിച്ചിട്ടുണ്ടോ? പാർലമെന്റിന് മുന്നിൽ നിരന്നു നിന്ന് പോറ്റിപ്പാട്ട് പാടിയ നിങ്ങളുടെ MP-മാർ കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് നിഷേധിച്ച ആയിരക്കണക്കിന് കോടി നൽകണമെന്ന് ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഉൾപ്പെടെ 10 വർഷം കൊണ്ട് വൻ കുതിപ്പാണുണ്ടായത്. ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത, വിഴിഞ്ഞം തുറമുഖം, ലൈഫ് മിഷൻ ഭവന പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം മിഷനിലൂടെ മികച്ച ആരോഗ്യ സംവിധാനം, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, കിഫ്ബി പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഷേഫോൺ തുടങ്ങി നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസനക്ഷര മുന്നേറ്റം. 2016-ൽ LDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം മുരടിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളുടെ ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടതാണ്. സ്ഥലമെടുപ്പിന്റെ പകുതി വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന വ്യവസ്ഥ പ്രകാരം LDF ഭരണത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അത് മുടക്കാൻ സമരം സംഘടിപ്പിച്ചവരാണ് കോൺഗ്രസും UDF-ഉം BJP-യും. കീഴാറ്റൂരിൽ നന്ദിഗ്രാമിലെ മണ്ണും കൊണ്ടുവന്ന് നിങ്ങൾ നടത്തിയ സമരാഭാസം കേരളത്തിന് മറക്കാനാകുമോ? ഞങ്ങളുടെ സർക്കാർ നിങ്ങളുടെ കുത്തിത്തിരിവുകൾ മറികടന്ന് ഇതിനകം 440 കിലോമീറ്റർ പാത പൂർത്തീകരിച്ചു. എന്ത് എതിർപ്പുകൾ നിങ്ങൾ ഉയർത്തിയാലും LDF അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അനുകൂലമായി പ്രതിപക്ഷം നിന്നിട്ടുണ്ടോ? വിനാശകാരികളായ നിങ്ങൾ എല്ലാറ്റിനും തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കേരളം അതൊക്കെ മറികടന്നു. തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് അടക്കം LDF സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് 2021-ൽ UDF പ്രഖ്യാപിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം തല്ലിക്കെടുത്താൻ നോക്കിയ മനുഷ്യത്വമില്ലായ്മയ്ക്ക് ചുട്ട മറുപടി നൽകി കേരളം നിങ്ങളെ ആട്ടിയോടിച്ചു. UDF പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ച ലൈഫ് മിഷനിലൂടെ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം കുടുംബങ്ങളെ സ്വന്തം വീടിന് ഉടമകളാക്കി മാറ്റി. ഇരുൾ മൂടിയ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി. ലൈഫ് പദ്ധതി പ്രകാരം 6,547 വീടുകൾ നിർമ്മിക്കുന്നതിന് കരാറൊപ്പിട്ട് കഴിഞ്ഞു. ലൈഫ് രാജ്യത്തിന് മാതൃകയാണെന്ന് നീതി ആയോഗ് ഈയിടെ പ്രഖ്യാപിച്ചത് നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. ഇത് കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്ന സാങ്കല്പിക വീടുകളല്ലെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2018-ലെ പ്രളയത്തിന് ശേഷം 1000 വീടുകളാണ് KPCC പ്രഖ്യാപിച്ചത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വക 217 വീട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കോൺഗ്രസ് 100 വീട് വാഗ്ദാനം ചെയ്തു. രാഹുൽ ഗാന്ധി വക 100 വീട് വേറെ. യൂത്ത് കോൺഗ്രസ് വക 30 വീട്. ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടാകേണ്ടിയിരുന്നെങ്കിലും ജയിലിൽ ഏകാംഗ സെല്ലിൽ കഴിയുന്ന ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഇതിന് ഭീമമായ പണപ്പിരിവ് നടത്തി. എവിടെ ഈ വീടുകൾ? അതിനുവേണ്ടി സ്വരൂപിച്ച കോടികളെവിടെ? ഇനിയെങ്കിലും അത് തുറന്നു പറയണം. ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന പ്രഖ്യാപനത്തിൽ UDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തോട് മാപ്പ് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമോ? പ്രതിപക്ഷം മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ പിരിച്ചുവിടുമെന്ന് UDF ഭീഷണി മുടക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാലയങ്ങളിൽ കൂടുതലായി എത്തിയത്. 5000 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാലയങ്ങളിൽ നടപ്പാക്കി. 50,000 ഹൈടെക് ക്ലാസ് റൂമുകൾ, റോബോട്ടിക് ലാബ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു. 2016-ൽ നിങ്ങളെ ജനങ്ങൾ പുറത്താക്കുമ്പോൾ 1000-ഓളം പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു. കിഫ്ബി വഴിയുള്ള വികസന പദ്ധതികൾ തകിടമറിക്കാൻ UDF-ഉം BJP-യും കടന്നു പരിശ്രമിച്ചു. നിങ്ങൾ ഒത്തുചേർന്ന് ED-യെയും CBI-യെയും ഒക്കെ ഇറക്കി വേട്ടയാടി. 1190 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ വൻ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി ഈ സർക്കാർ നടത്തുന്നത്. UDF MLA-മാരുടേത് അടക്കം 140 നിയമസഭാ മണ്ഡലങ്ങളിലും കിഫ്ബി പദ്ധതികൾ നടപ്പാക്കി. ഒരു ഭാഗത്ത് കിഫ്ബിയെ തകർക്കാൻ പാടുപെടുക, മറുവശത്ത് മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികൾ തങ്ങളുടെ നേട്ടമാണെന്ന് മേലിനടിക്കുക.
UDFിന്റെ കാപട്യത്തിനും ജനവഞ്ചനയ്ക്കും എന്ത് തെളിവ് വേണം? ഷിബ്ബിക്കെതിരായ നിറകെട്ട ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. വയനാട് തുരങ്കപാത രാജ്യത്തെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ തുരങ്കപാതയാണ്. അതും എതിർക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിൽ നിറങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ തെറ്റുപറ്റിയെന്ന് ഏറ്റുപറയുമോ? രാജ്യത്താദ്യമായി ഒരു സംസ്ഥാനം ആരംഭിച്ചതാണ് K-ഫോൺ പദ്ധതി. അത് മുടക്കാനും പ്രതിപക്ഷം രംഗത്തിറങ്ങി. കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. നിയമസഭാ സമ്മേളനത്തിന് പ്രതിഷേധത്തോടെ തന്നെ തുടക്കമായിരിക്കുകയാണ്. പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധമാണ് നടത്തിയത്. സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതുപോലെ തന്നെ പോറ്റിയെ കയറ്റിയ പാട്ടടക്കം സഭയിൽ പാടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അതുപോലെ തന്നെ ഈ ഒരു ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പാട്ട് പാടിക്കൊണ്ട് കോൺഗ്രസ് ആണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് അടക്കമുള്ള രീതിയിലാണ് ഭരണപക്ഷവും ഉയർത്തുന്നത്. വിനയ രാജ് ചേർന്നു. വിനയ, അങ്ങനെ ഈ ഒരു സഭാ സമ്മേളനത്തിന് പ്രതിഷേധത്തോടുകൂടി തന്നെയാണ് തുടക്കമായിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറയുകയുണ്ടായി, സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് സ്വർണം ഇരിക്കുന്നത്, അതിന്മേൽ അന്വേഷണം വേണമെന്നടക്കമുള്ള കാര്യങ്ങൾ വി ശിവൻകുട്ടി അടക്കം പറയുന്നു. കോൺഗ്രസ് ആണ് ശബരിമലയിൽ സ്വർണം കട്ടത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ച വിവാദത്തിൽ ഈ പരസ്പരം പാട്ടുപാടിയും അതുപോലെ തന്നെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സഭ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, സഭയിൽ പാരഡി പോരാണ് നടക്കുന്നത്. കാരണം സഭയിൽ തുടങ്ങിയത് മുതൽ തന്നെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഈ അടിയന്തര പ്രമേയം പോലും പാസ്സാക്കാതെ ഈ സ്വർണ്ണക്കൊള്ളയിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയായിരുന്നു ആദ്യം ഭരണപക്ഷം ചോദ്യങ്ങൾ ഉയർത്തിയത്. എന്തിനാണ് അടിയന്തര പ്രമേയം വേണ്ടെന്ന് വെക്കുന്നത്? ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ അത് പ്രതിപക്ഷത്തിന് ഭയമാണോ, ഭയന്ന് ഒളിച്ചോടുകയാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ഭരണപക്ഷം പ്രധാനമായും സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു സഭയിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രതിപക്ഷം സഭയിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ചത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നൊരു ആവശ്യമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ദേവസ്വം മന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. കൂടാതെ തന്നെ പോറ്റിയെ കയറ്റിയ പാട്ട് പാരഡി ഗാനം പാടിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. പ്രതിപക്ഷത്തിന് ഭയമാണെന്നാണ് ഈ പരിഹാസം, ഭരണപക്ഷത്തിന്റെ പരിഹാസം എന്ന് പറയുന്നത്. ഈ അതിനിടെ തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളം നടക്കുന്ന സാഹചര്യം, നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ സ്പീക്കർ ഈ സഭാ നടപടികളുമായി മുന്നോട്ട് പോകുന്നതായിരുന്നു പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നത്. സഭയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നു. കൂടാതെ തന്നെ ഈ പാരഡി ഗാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പാരഡി ഗാനങ്ങളുടെ ഒരു പോര് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷവും രംഗത്ത് വരുന്നൊരു സാഹചര്യം പ്രതിപക്ഷത്തിന് ഭയമാണെന്നൊരു പരിഹാസമായിരുന്നു ഭരണപക്ഷം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തത് എന്തെന്ന് MP രാജേഷ് ചോദിക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന് ഭയമാണ്, മറുപടി കേൾക്കാൻ ആത്മവിശ്വാസമില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഭരണപക്ഷം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള രംഗങ്ങൾ സഭയിൽ നടത്തുന്നത്? അത്തരത്തിലുള്ള ഒരു ചോദ്യവും മന്ത്രി MP രാജേഷ് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും ഒരേ ഫ്രെയിമിൽ കണ്ടത് സോണിയാഗാന്ധിയോടൊപ്പമാണ്. സോണിയാഗാന്ധിയിലിട്ട് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളും ഭരണപക്ഷം ചോദിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ ഈ പോറ്റിയും കൂടാതെ തന്നെ സോണിയാഗാന്ധിയുമായി ബന്ധമുള്ള ചിത്രമടക്കം തന്നെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ചിത്രമടക്കം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭരണപക്ഷം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കട്ടവരും കട്ട മുതൽ വാങ്ങിയവരും ഒരേ ഫ്രെയിമിൽ കണ്ടത് സോണിയാഗാന്ധിയോടൊപ്പമാണ്. സോണിയാഗാന്ധിക്ക് നേരെ എന്തുകൊണ്ട് അന്വേഷണം വരുന്നില്ല എന്നൊരു ചോദ്യം അടക്കം തന്നെ ഭരണപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്
രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. സഭയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ അതിൽ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിക്കാണ് അതിന്മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഭരണപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ കോൺക്രീറ്റ് പാളികൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കൊടിമരം ചിതലടിച്ചു എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെ പറഞ്ഞവരാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്നാണ് പ്രധാനമായും ഭരണപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൊടിമരത്തിന് ഈ കേടുപാടുകൾ സംഭവിച്ചത് മൂലമാണ് മാറ്റിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ കൊടിമരം എങ്ങനെയാണ് ചിതലടിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ചിതലടിച്ചു എന്ന് പറഞ്ഞവരാണ് ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരെന്നാണ് ഭരണപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എടുക്കുന്നു. പോറ്റിയെ കയറ്റിയെ പാട്ട് പാടി സഭയിൽ പ്രതിഷേധിക്കുന്നു. അതിന് മറുപടി എന്നോണം MP രാജേഷ് പറയുന്നത് പ്രതിപക്ഷത്തിന് വേണ്ടിയും തങ്ങൾ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, തങ്ങൾ അത് ഉടനെ പാടുന്നതായിരിക്കുമെന്നും മന്ത്രി MP രാജേഷ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോറ്റിയെ കയറ്റിയെ പാട്ട് പാടി പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം, നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം, ഓരോ മന്ത്രിമാരും സംസാരിക്കുമ്പോഴും ആ സംസാരത്തിന് തടസ്സം വരുത്തുന്ന രീതിയിലായിരുന്നു ഈ പ്രതിപക്ഷം പോറ്റിയെ കയറ്റിയെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്കായിരുന്നു ഈ സഭ സാക്ഷ്യം വഹിച്ചത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പോറ്റിയെ കയറ്റിയ പാട്ടിന് മറുപടിയുമായി പ്രതിപക്ഷവും പിന്നീട് പാട്ട് പാടുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം തന്നെ തിരിച്ചും പാട്ട് പാടിക്കൊടുക്കുന്നു. പോറ്റിയെ കയറ്റി ഈ സ്വർണം കട്ടവരാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നും മന്ത്രി വി ശിവൻകുട്ടി പാട്ട് പാടുന്നു. അത് പിന്നീട് ആവർത്തിച്ച് പാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സ്വർണം കട്ടത് കോൺഗ്രസ് ആണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം തന്നെ മറ്റ് ഭരണപക്ഷ അംഗങ്ങളടക്കം തന്നെ പിന്നീട് പാടുന്ന ഒരു സാഹചര്യം. ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം എന്തുകൊണ്ട് നീളുന്നില്ല എന്നൊരു ചോദ്യം ഭരണപക്ഷം ഉന്നയിക്കുന്നു. സോണിയാഗാന്ധി 2 തവണ പോറ്റി കണ്ടിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് അടക്കം തന്നെ സ്വർണ്ണമടക്കം തന്നെ കൈമാറിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. തന്ത്രി എന്തിനാണ് സോണിയാഗാന്ധിയെ കണ്ടത്, സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തത് എന്തിനാണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ ഈ തന്ത്രിയുമായി അല്ലെങ്കിൽ തന്ത്രിയോടൊപ്പം നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്ത്രി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് തന്നെയായിരുന്നു. ആ ചിത്രങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഭരണപക്ഷം വലിയ രീതിയിൽ അതിനെ പ്രതികൂലിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വരുന്ന പ്രതിഷേധത്തിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിക്കും ഇതിൽ ബന്ധമുണ്ട് എന്നൊരു കാര്യമാണ് ഭരണപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രതിപക്ഷം ഇതിൽ നിന്നും ഒളിച്ചോടുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ല, ഒളിച്ചോടുകയാണ് എന്നാണ് ഭരണപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള സഭയിൽ ഉന്നയിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ്, നാടകീയമായിട്ടുള്ള രംഗങ്ങൾ തന്നെയായിരുന്നു സഭയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പാരഡി ഗാനത്തിന്റെ പോര് തന്നെയാണ് ഈ സഭയിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം പ്രതിപക്ഷം പ്രതിഷേധവുമായി തന്നെയാണ് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നിയമസഭാ സമ്മേളനത്തിന് ഒരു പ്രതിഷേധത്തോടുകൂടി തന്നെയാണ് തുടക്കമായിരിക്കുന്നത്. ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ച അടക്കം ഉയർത്തിക്കൊണ്ടാണ് ശക്തമായ പ്രതിഷേധം, നാടകീയമായ സംഭവങ്ങളാണ് ഈ ഒരു നിയമസഭാ സമ്മേളനത്തിനിടയിൽ ഉണ്ടായത് എന്നതാണ് പറയാനുള്ളത്. ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നില്ല എന്നൊരു ചോദ്യമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു പ്രതിപക്ഷത്തിന് ഭയമാണ്, ഭീരുത്വമാണ് കാണിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ് അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മറുപടിയെ പ്രതിപക്ഷം ഭയക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് MP രാജേഷ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു സ്വർണം കട്ടത് കോൺഗ്രസ് ആണ് എന്നടക്കമുള്ള പാട്ടുകളാണ് വി ശിവൻകുട്ടി ഈ ഒരു സഭയിൽ പറയുകയുണ്ടായിരുന്നത്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വർണം കട്ടത് കോൺഗ്രസ് ആണെന്ന് അടക്കമുള്ള പാട്ടുകളാണ് വി ശിവൻകുട്ടി പാടിയത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാരഡി പോര് തന്നെയാണ് ഈ ഒരു സഭയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പൊ എന്തായാലും ഈ ഒരു സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. സഭാ നടപടികൾ സഭ പിരിഞ്ഞിരിക്കുകയാണ്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.